ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇത് ഊട്ടി വീഡിയോൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് പോയി കാണണം. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വന്നത് ഒരു പാർക്കിലേക്കാണ്. ഈ പാർക്കിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ബോട്ടിങ്ങൊക്കെ ആയിട്ടുള്ള കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പാർക്കാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, എന്താ പറയുക, മഴ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പോപ്കോൺ അല്ല, കോൺ കഴിക്കാൻ ആഗ്രഹം വന്നപ്പോൾ ഏട്ടൻ എനിക്ക് കോണൊക്കെ വാങ്ങി തന്നു. മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ കോണൊക്കെ കഴിച്ച് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയത് ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ അകത്ത് ടിക്കറ്റൊക്കെ എടുത്ത് എൻ്റർ ചെയ്തപ്പോൾ അധിക പേരും മലയാളീസായിരുന്നു. സോ ഞങ്ങൾ ആ ഒരു വഴിയിലേക്ക് പോയി സൈഡിൽ കൂടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. നല്ല ഭംഗിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാ എന്താ പറയുക ചെടികളും നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നടന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇങ്ങനെ ഒരു പൂന്തോട്ടം പോലെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു, റിലാക്സ് ചെയ്തു, വെള്ളമൊക്കെ കുടിച്ചു. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൻ്റെ ലൈവായിട്ടുള്ള ഓഡിയോ തന്നെ ഞാൻ ഇടുന്നുണ്ട്. ബിക്കോസ് ഇതൊരു ഇവരെ ഗാർഡനിൽ ഒരു പസിൽ സെറ്റപ്പിൽ ഒരു ചെയ്ത് വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. എനിക്കതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അതിനകത്ത് കയറി നമ്മൾ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു. സോ എല്ലാവരും എവിടെന്നെങ്കിലുമൊക്കെ വെച്ച് കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തിട്ട് ഗെയിം കളിക്കാൻ പോവാണ്. ഇത് വഴി അയ്യോ, ഇങ്ങനെ പോയാ ഇതവിടെ ഒരു വഴി. ഓരോ ഫോണിൽ വിളിക്കാം. ഇവിടെ ആ വഴി കണ്ടുപിടിക്കണം. അവിടെ ഒരു വഴി. ദൈവമേ, എന്തോ സൗണ്ട് എഫക്റ്റ് ഒക്കെ. ഇതുവഴി പോവാ, അത് എൻഡിങ് ആകും. ആക്ച്വലി അത് പുറത്തെത്തിയതല്ല, ഞങ്ങൾ അതിന്റെ നടുവിലെത്തിയതാണ്. ഇനിയാണ് പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നത്. ഇത് പുറത്തേക്കുള്ള വഴി ഇവര് തുറന്നു വെച്ചിരിക്കുക. റിറ്റിനെ കണ്ടുകിട്ടിരിക്കുകയാണ്. അയ്യോ, റിറ്റിന്റെ ഹസ്ബൻഡ് അതാ ടിൻസിനെ കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ റിറ്റിനെ ടിൻസേട്ടനെ കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ കണ്ടുപിടിച്ചു കൊടുത്തു.
എന്താണ് ഗായ്സ് താറാവ് വട്ടം കറങ്ങുന്ന. അങ്ങനെ കുറച്ച് നേരത്തെ അതിൻ്റെ ഉള്ളിലുള്ള പരാക്രമമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുള്ള് എന്താ പറയുക, താറാവുകളും അരയന്നങ്ങളും പിന്നെ കുറച്ച് ഇങ്ങനെ മീനുകളും അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്താ പറയുക, അടിപൊളി വ്യൂ ആയിരുന്നു. അതാണ് ഈ ഗാർഡനിലെ മെയിൻ. പിന്നെ കുറച്ച് തേയില തോട്ടങ്ങളൊക്കെ അതിൻ്റെ മേലെ ഉണ്ടായിരുന്നു. അത് ഡെക്കറേഷനായിട്ട് വളർത്തിയതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജ്, അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നിയ ഒരു സംഭവമാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് ഊട്ടിയിലെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കാണുന്ന ആ ട്രെയിനിൽ കയറാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ ഇതാണ് അവിടുത്തെ ഫസ്റ്റ് സ്റ്റേഷൻ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടില്ല ടിക്കറ്റ്സ്. അവിടെ പോയി ക്യൂ നിന്നിട്ട് ലക്കിന് കിട്ടിയതാണ് നമുക്ക് ടിക്കറ്റ്സൊക്കെ. സോ അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ് കണ്ടുപിടിക്കലായിരുന്നു അടുത്ത ടാസ്ക്. ശരിക്കും ഈ ഊട്ടി യാത്ര ഞങ്ങളെല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് തന്നിട്ടുള്ളത്. കാഴ്ചകളാണെങ്കിലും ഓരോരോ എക്സ്പീരിയൻസ് ആണെങ്കിലും എല്ലാം നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളായിരുന്നു. ഇനിയും ഊട്ടി പോകണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. സോ ഇനി എപ്പോഴെങ്കിലും ഊട്ടിയിലേക്ക് പോകാം എന്നുള്ളൊരു വിശ്വാസത്തോടെ. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഊട്ടി വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. ബൈ ബൈ.